അസ്സലാമലൈക്കും. ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമുക്ക് പോത്തിൻ്റെ തലച്ചോറ് കറി വെച്ചെടുത്താലോ? അതിനായി ഒരു പോത്തിൻ്റെ തലച്ചോറ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ തലച്ചോറ് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ നല്ല ജീരകം 1 ടീസ്പൂണ് കുരുമുളകും നമുക്ക് വേറെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ സവാള അതല്ലെങ്കിൽ 2 ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത് നമുക്ക് ചേർത്ത് അതൊന്ന് നന്നായി ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 5 ഏലക്കായ 5 ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ചേർത്ത് ഈ ഉള്ളിയുടെ കൂടെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പൊടി അതാദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലോട്ട് ആദ്യം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എരിവ് കണക്കാക്കിയിട്ടുള്ള നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് ഇതുപോലെ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്കൊരു ചെറിയൊരു ബ്രൗൺ കളർ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടിയും കൂടെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മസാലപ്പൊടികളൊക്കെ നന്നായി യോജിച്ച് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തലച്ചോറ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ട് അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുടെ കൂടെ നന്നായി ഒന്ന് മസാല എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 20-25 മിനിറ്റ് ഏറിയാൽ ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു തലച്ചോറ് വെന്ത് കിട്ടും. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരി ദോശ വെള്ളപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി. അത്യാവശ്യം എരിവുണ്ട്, നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടിയാണ് ഈ ഒരു തലച്ചോറ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് മാത്രമല്ല, എന്നെ ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ എല്ലാ പ്രിയ ചങ്കുകളോടും കൂടിയിട്ടാണ്. ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം.